ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും ഒരു കർമ്മത്തിനുള്ള ഫലമായിരിക്കാം. മാത്രമല്ല നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു കാര്യത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു കാര്യമാകാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ഫലം നമുക്ക് തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങൾ ചെയ്തത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് എന്നായാലും ആ സത്യം തെളിയുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായ ശരികളാവാം. അതുപോലെ സത്യമെന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഒരിക്കലും മാറ്റമില്ല. അപ്പോൾ നിങ്ങളിലെ ആ ഒരു സത്യം ഇവിടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ സത്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു നീതി നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്, നീതി നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോടതി സംബന്ധമായിട്ടൊക്കെ ഏതെങ്കിലും കേസുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു വിധി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ അവഗണിച്ചവരും ഒക്കെ ഈ സമയം നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. നിങ്ങളുടെ സത്യം അംഗീകരിക്കാൻ മറ്റുള്ളവരും നിർബന്ധിതരാകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വരുമെങ്കിലും ചില ആളുകൾക്ക് എല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സിങ് ആയ പോലത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ കാണാതെ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ വളരെയധികം സക്സസ്സിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും ഈ സമയം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കാനാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്.
അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സൺ കാർഡാണ്. അപ്പോൾ ഇതിലൊരു സന്തോഷമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പ്രതീക്ഷയും പുതിയ പ്രകാശവും നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കവും ഒക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാത്തിരിപ്പിനൊരു അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം, അത് മുടങ്ങിക്കിടന്നിരുന്ന എന്തോ ഒരു കാര്യം, അത് പൂർത്തിയായി എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പറ്റുന്നുണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതോ അത്തരത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഏതോ ഒരു കാര്യം, അത് നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാരും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ, അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രശ്നമൊക്കെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്കതൊക്കെ ഹീൽ ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സൺ കാർഡ് ഒരു പുതിയ തുടക്കവും ഒക്കെയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. മാത്രമല്ല ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് പൂർണ്ണമായും നിങ്ങൾ എൻഡ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ടാത്ത ഏതോ ഒരു ഹാബിറ്റ് അത് നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ജോലി പൂർണ്ണമായും എൻഡ് ആക്കി നിങ്ങൾ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു എനർജിയുമാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഇതിലും. നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരു അവസാനം ഉണ്ടാവുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഇതിലും കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ എൻഡാക്കി പുതിയതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ളതാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങൾ നൽകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിശ്വസിക്കുക. ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക. അതായത് നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിത്തീരും, അത് സംഭവിക്കുമോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുക. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സ്പിരിച്വൽ വർക്ക് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പറ്റുന്നവർ അങ്ങനെ ശ്രമിക്കുക. പിന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 2-3 ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ ഉറക്കമളച്ച് ചെയ്ത ജോലിക്കുള്ള ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് ഒരു അഭിമാനമൊക്കെ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും,
അല്ലെങ്കിൽ എനിക്കതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലും അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്നൊക്കെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അംഗീകരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർ അഭിനന്ദിക്കും. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ്. അതായത് മറ്റുള്ളവരെ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡായി പോയി എന്നുള്ളതാണ്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സഹിച്ച ഒരു കാര്യമായിരിക്കാം അത്. നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ജീവിതം സക്സസ്ഫുൾ ആക്കിയ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറ്റാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ വീണു പോയിടത്തു നിന്നും എണീക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം, അവിടെ നിന്ന് നിങ്ങളുടെ മാത്രം പ്രയത്നം കൊണ്ട് എണീറ്റ് നിങ്ങൾ ജീവിതം സക്സസ്ഫുൾ ആക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് സക്സസ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്നത്. നമ്മളെ കുറേ ആൾക്കാർ സഹായിച്ച് നമ്മൾ സക്സസ് ആകുന്നതും നമ്മൾ സ്വയം പ്രയത്നിച്ച് അതിലൊരു സക്സസ് ഉണ്ടാകുന്നതും അത് രണ്ടും രണ്ടാണ്. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് നന്നായ ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിൽ. അല്ലെങ്കിൽ കുറേ ആൾക്കാരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ. അപ്പോൾ ആരുടെയും ഹെൽപ്പ് വേണ്ടാന്ന് വിചാരിക്കുക. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിൾ എൻഡായി ഒരു പുതിയ തുടക്കമാണ്. തീർച്ചയായിട്ടും സൺ കാർഡ് വന്നിട്ടുണ്ട്, പുതിയ തുടക്കമാണ്. മാത്രമല്ല ഇവിടെ ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം അവസാനിച്ച് പുതിയൊരു തുടക്കമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാകും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 ഓഫ് സോഡ്സിൽ നിന്നും ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയ ഒരു കാര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫാമിലി പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും അബൻഡൻ്റ് ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാവാം. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ആ ഒരു നല്ല എനർജിയെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൽ. അതുപോലെ തന്നെ നിങ്ങൾ ചില ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. മാരേജ് ഫങ്ഷൻ ആയിരിക്കാം, അതുപോലെ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ നെയിമിംഗ് സെർമണിയോ, അത്തരത്തിൽ സന്തോഷമുള്ള, പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ
നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഒത്തുചേരുന്ന കുറച്ച് അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാരണം ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്ത് നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ ഒരു വ്യക്തി, അതായത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ത്രീയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ്, അങ്ങനെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാൾ, നിങ്ങളുടെ ഉയർച്ചയിൽ അവർ അസൂയപ്പെടുന്ന ഒരു എനർജിയാണ്. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് സംശയമുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതും നിങ്ങളുടെ കുടുംബജീവിതം നന്നായി പോകുന്നതിലും അങ്ങനെ ഓരോ മൂമെൻറ്റ്സും കൃത്യമായിട്ട് ഇവിടെ അറിയാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കതിൽ അസൂയ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റാരോ ആകാനാണ് സാധ്യത. ഇത് കൂടുതലായിട്ടും നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാകാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അത് നിങ്ങൾക്ക് ഏക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളിലേക്കൊരു നെഗറ്റീവ് എനർജി പാസ് ചെയ്താലും അത് നിങ്ങൾക്ക് ഏക്കില്ല എന്നുള്ളതാണ്. കാരണം ആര് തെറ്റു ചെയ്താലും അതിനുള്ള കർമ്മഫലം അവർ തീർച്ചയായിട്ടും അനുഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സംശയമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ അധികം സംസാരത്തിന് പോകാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വിക്ടറി, അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ നിങ്ങൾ ആരോടും പറയാതിരിക്കുക. അവരിൽ നിന്ന് കുറച്ചു കാലം നിങ്ങളൊന്ന് അകലം പാലിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റാരേക്കാളും നമ്മളെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ കൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റുമെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കാണേണ്ടി ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. മാത്രമല്ല ചില ആളുകൾക്ക് നമ്മുടെ വിശ്വാസങ്ങൾ തന്നെ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്ന ആ ഒരു കാര്യം അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസമേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഇവിടെ ഡെത്ത് കാർഡും അതുപോലെ ടവറും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് ശക്തി പൂർണ്ണമായും ഇല്ലാതായി പോകുന്നതുമായിരിക്കാം. പുതിയൊരു ജന്മമെടുക്കുന്ന ഒരു എനർജി, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ കുറേ സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങളിൽ കാണുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മാനസികമായിട്ടൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ എൻഡ് ആകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹാങ്ഡ്മാൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ്. ചിലപ്പോൾ നമ്മളുടെ ഫാമിലിയേക്കാൾ ഏറെ
നിങ്ങൾ പല ആൾക്കാർക്കും നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ പേരിലോ ഒക്കെ നമ്മളുടെ കുടുംബത്തിന് ചിലപ്പോൾ ഒരു പ്രയോറിറ്റി കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ കുടുംബമായിരിക്കും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി വേറൊരിടത്തു നിന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ഇതിലൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രൗൺ ചക്രയൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ വേറൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് യൂണിവേഴ്സൽ എനർജി സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നതുമായിരിക്കാം. പല ആൾക്കാർക്കും ഒരു സോൾ ലെവൽ എക്സ്പീരിയൻസ് വരുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് സോളിൻ്റെ പ്രസൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയും ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണത എത്തിയ പോലത്തെ ഒരു എനർജിയാണ്. അത് മാത്രമല്ല ഇവിടെ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിയൻ എനർജി, അതായത് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് എനർജി ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്കിത് നിങ്ങളുടെ ഫാഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിസൈനിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളൊരു പുതിയ കാര്യം ഇവിടെ തുടങ്ങുന്നതുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇതിൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഒരു പരിവർത്തനമുണ്ട്. പിന്നെ നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാഞ്ഞത് എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അതായത് എനിക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രയും എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്, അങ്ങനെയൊക്കെ നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ഉണരുന്ന ഒരു സമയമാണ്, ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിക്കുകയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മുന്നിൽ കുറേ ചോയ്സസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അതിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല, എന്തെടുക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത, അങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിൽ ചിലർക്കെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോയ്സ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങളിൽ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്.
ആലോചിച്ച് തീരുമാനമെടുക്കുക. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയിലിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഈ ഒരു സമയം കുറച്ച് സ്ട്രഗിൾസിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ വളരെ പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം തീർച്ചയായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രസന്റ് മൂമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും വളരെ ബിസി ആയിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളിലേക്ക് പൈസ വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം ഡിവൈൻ നിങ്ങൾക്ക് കുറേ അബൻഡൻസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രസന്റ്ലി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അഥവാ ഒരു പുതിയ പ്രോജക്റ്റ് അത് എന്താണെങ്കിൽ പോലും അതിന് നിങ്ങൾക്ക് ഒരുപാട്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു അബൻഡൻസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് പൈസയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിയുടെ ഓഫറാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ തന്ത്രപൂർവം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വന്നെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാതിരിക്കുക എന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കുക. നിങ്ങളിവിടെ ഇമോഷൻസിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം എല്ലാവരോടും നിങ്ങൾ നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. ഈവൻ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾ നന്നായിട്ടൊന്ന് അവരെ ട്രീറ്റ് ചെയ്യുക. അവരോട് ഒരു തരത്തിലുള്ള ഒരു വൈരാഗ്യമോ അങ്ങനെയൊന്നും വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ തന്ത്രപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ് എന്ന് മറ്റുള്ളവർക്ക് ഈ സമയം മനസ്സിലാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊന്നും പറയാൻ തോന്നില്ല. അതായത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.